2017 ശേഷമുള്ള ആദ്യ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഈ വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്നത്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരങ്ങൾ. ടൂർണമെന്റിനുള്ള പ്രൊവിഷണൽ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ICC ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി ഈ മാസം 12 ആണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കുമെന്ന തരത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ടീമിന്റെ വിക്കറ്റ് കീപ്പറായി ആരെയാകും സെലക്ടർമാർ തിരഞ്ഞെടുക്കുകയെന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയുണ്ട്. KL രാഹുലാകും ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ആവുകയെന്നും ഒപ്പം ബാക്കപ്പ് കീപ്പറായി ഋഷഭ് പന്ത് എത്തുമെന്നുമുള്ള തരത്തിലാണ് നിലവിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന തരത്തിലും അഭിപ്രായങ്ങൾ ശക്തമാണ്. സത്യത്തിൽ സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. സഞ്ജുവിനെ പോലെ ഒരു താരമുള്ളത് ടീമിന്റെ ബാലൻസ് കൂടുതൽ മികച്ചതാക്കുമെന്നും പല റോളുകൾ ചെയ്യാനുള്ള താരത്തിന്റെ മികവ് ചാമ്പ്യൻസ് ട്രോഫി പോലൊരു ടൂർണമെന്റിൽ ടീമിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുമാണ് കരുതപ്പെടുന്നത്. പന്ത്, രാഹുൽ, സഞ്ജു എന്നീ 3 പേരിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യക്ക് ഉൾപ്പെടുത്താവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ സഞ്ജു തന്നെ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ നോക്കാം. സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാറ്റിംഗ് ഓർഡറിൽ ഏത് പൊസിഷനിലും കളിപ്പിക്കാമെന്നതാണ്. 1 മുതൽ 7 വരെ സ്ഥാനങ്ങളിൽ ഒരേ മികവിൽ ബാറ്റ് ചെയ്യാനുള്ള മികവ് സഞ്ജുവിനുണ്ട്. മത്സരഗതിയും സാഹചര്യങ്ങളും നോക്കി സഞ്ജുവിനെ വ്യത്യസ്ത റോളുകളിൽ ഉപയോഗിക്കാൻ ടീമിന് സാധിക്കും. ഇത് ടീം ബാലൻസും കൂടുതൽ ശക്തമാക്കും. വിക്കറ്റ് കീപ്പർ ആണെങ്കിലും അതേസമയം തന്നെ മികച്ച ഫീൽഡറുമാണ് സഞ്ജു. ബൗണ്ടറി ലൈനിനരികെ സഞ്ജുവിന്റെ അക്രോബാറ്റിക് ക്യാച്ചുകളും രക്ഷപ്പെടുത്തലുകളുമെല്ലാം ക്രിക്കറ്റ് ലോകം പലതവണ കണ്ടതാണ്. വിക്കറ്റ് കീപ്പർ ആയിട്ടല്ലെങ്കിൽ കൂടി സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജുവിനെ കളിപ്പിക്കാം. സഞ്ജു ഒരു യൂട്ടിലിറ്റി കളിക്കാരനാണെന്ന് ചുരുക്കം. സഞ്ജുവിന്റെ ഈ ഫ്ലെക്സിബിലിറ്റി ക്യാപ്റ്റനും വലിയ കരുത്തായിരിക്കും. അതുപോലെ ഒരു കിടിലൻ മാച്ച് വിന്നറാണ് സഞ്ജു. ഫോമിലാണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരങ്ങൾ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് മികവുണ്ട്. ഞൊടിയിടയിൽ മത്സരഗതി തിരിക്കാനും എതിർ ക്യാമ്പിൽ നിന്ന് കളി തട്ടിയെടുക്കാനും സഞ്ജുവിന് സാധിക്കും. സഞ്ജു കളിച്ച അവസാന 2 T20 പരമ്പരകളിലും ക്രിക്കറ്റ് ലോകം ഇത് കണ്ടതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി പോലൊരു ടൂർണമെന്റിൽ ടീമിന്റെ എക്സ് ഫാക്ടർ ആകാൻ സഞ്ജുവിന് മികവുണ്ടെന്ന് സാരം. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജുവിന് മികച്ച റെക്കോർഡ് ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെ 16 ഏകദിന മത്സരങ്ങളിലാണ് 30-കാരനായ സഞ്ജു കളിച്ചത്. ഇതിൽ 56.66 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും ഏകദിന ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 2023 ഡിസംബറിലാണ് സഞ്ജു അവസാനം ഇന്ത്യക്കായി ഏകദിനത്തിൽ കളിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന കളിയിൽ അന്ന് സെഞ്ചുറി നേടിയിരുന്നു. ഇത്തവണ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്ന പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകാൻ വിസമ്മതം അറിയിച്ചതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് മാതൃകയിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുക. ഇതിനിടെ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ടൂർണമെന്റ് തുടങ്ങാൻ കുറച്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും സ്റ്റേഡിയങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല എന്നതാണ് കാരണം.